കുവൈത്തിലെ പ്രവാസികൾ ഒരുക്കിയ സ്വീകരണ ചടങ്ങിലാണ് കെഎസ്ആർടിസിയെ സംബന്ധിച്ച തന്റെ നിലപാടുകൾ തോമസ് ചാണ്ടി വ്യക്തമാക്കിയത്. ലാഭത്തിൽ പ്രവർത്തിച്ച് പണമുണ്ടാക്കേണ്ട സ്ഥാപനമല്ല കെഎസ്ആർടിസി എന്ന് തോമസ് ചാണ്ടി പറഞ്ഞു. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ കെഎസ്ആർടിസിയെ പ്രവർത്തിപ്പിക്കുക എന്നതാണ് തന്റെ നിലപാട്. ആ കാശിന്റെ ബാക്കി ഉപയോഗിച്ച് ആരുടെ വെല്ലുപ്പന്മാർ ഉണ്ടാക്കി വെച്ച പോലെ ഉണ്ടാക്കി അടുത്ത തലമുറയ്ക്ക് വെക്കേണ്ട കാര്യമൊന്നുമില്ല. ആ കാശ് ഉപയോഗിച്ച് ഇന്ന് ജീവിച്ചിരിക്കുന്ന ജനങ്ങൾക്ക് ഗ്രാമാന്തരങ്ങളിലും മലയോള പ്രദേശത്തും എത്താനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഉത്തരവാദിത്വം, അതിനാണ് ഇതിനെ പബ്ലിക് യൂട്ടിലിറ്റി സർവീസ് എന്ന് പറയുന്നത്. എല്ലാ മുഖ്യമന്ത്രിയോട് ഞാൻ ഈ വികാരം ഇങ്ങനെ തന്നെ പങ്കുവെച്ച് മുഖ്യമന്ത്രി ചിരിച്ചു. എല്ലാവർക്കും അറിയാം. അതുകൊണ്ടൊരു പ്രതീക്ഷയുണ്ട്. കെഎസ്ആർടിസിയുടെ പ്രവർത്തനം സംബന്ധിച്ച തന്റെ നിലപാടുകൾ മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥ തലത്തിൽ കേരളം പോലെ അഴിമതി കൊടികുത്തി വാഴുന്ന മറ്റൊരു സംസ്ഥാനവും ഇന്ത്യയിലുണ്ടാകില്ല. തനിക്ക് എന്ത് കിട്ടും എന്നത് മാത്രമാണ് ഉദ്യോഗസ്ഥരുടെ ചിന്താഗതി. ഗതാഗത മന്ത്രി പറയുന്നു, എവിടെ തൊട്ടാലും എനിക്ക് എത്ര കിട്ടും, എനിക്ക് എത്ര ഉണ്ടാക്കാൻ ഒക്കും, ഇത് മാത്രമാണ്. സമൂലം എല്ലാ വകുപ്പിലും അഴിമതി കൊടികുത്തി വാഴുന്ന ഒരു രാജ്യം, ഒരു സംസ്ഥാനം. എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതുപോലെ അഴിമതിയുണ്ട്. 10,000 രൂപയ്ക്ക് താഴെ വരുമാനമുള്ള റൂട്ടുകൾ നിർത്തലാക്കാനുള്ള മുൻ ഗതാഗത മന്ത്രി AK ശശീന്ദ്രന്റെ തീരുമാനം റദ്ദാക്കിയതായും തോമസ് ചാണ്ടി വ്യക്തമാക്കി. കുവൈത്തിൽ നിന്നും ഇസ്മയിൽ പയ്യോളിക്കൊപ്പം റിപ്പോർട്ടർ മിഡിൽ ഈസ്റ്റ്.